തല മുതൽ വാല് വരെ ഒരൊറ്റ പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തേക്ക്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടെ. പിന്നെ ഈ കാണുന്നത് ഈ മീനിന്റെ ലിവർ. ഇതൊരു ഔഷധമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അത് വിശ്വസിച്ചാലും ഈ ഒരു സ്രാവിനെ നമ്മുടെ പുഴയിൽ നിന്നാണ് പിടിച്ചെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കാനായിട്ട് ചാൻസ് ഇല്ല. ആരൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ഒരു 4.5 കിലോളം തൂക്കം വരുന്ന ഈ ഒരു സ്രാവിനെ നമ്മുടെ പുഴയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അതായത് ഈ ഒരു സമയത്താണ് കടലിൽ നിന്ന് കായലിലേക്ക് ഇതുപോലത്തെ സ്രാവുകളൊക്കെ ഇങ്ങനെ കയറി വരാറുള്ളത്. അങ്ങനെ കിട്ടാറുള്ള സ്രാവിനെ നമ്മൾ കുട്ടി നോമന പേരിലാണ്ട് വിളിക്കാറുള്ളത്. അങ്ങനെ വല്ലപ്പോഴും മാത്രം ആണ്ടിലൊരിക്കലും എന്ന പോലെ കിട്ടുന്ന ഇതുപോലത്തെ സ്രാവുകൾ ഇതിന്റെ ഗുണം അറിയുന്നവർ അങ്ങോട്ട് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഇത് ആർക്കും വിട്ടുകൊടുത്തില്ല. വീട്ടിലോട്ട് അങ്ങോട്ട് എടുക്കുകയാണ്. ഇത്രയും വലിപ്പമുള്ളതുകൊണ്ട് തന്നെ പകുതി വേറൊരാൾക്കും കൂടി. ഈ ഒരു മഞ്ഞുകാലത്താണല്ലോ നമ്മുടെ നാട്ടിലെ പലർക്കും കാലും കൈയൊക്കെ വിണ്ട് കീറും വരവിളിച്ചേക്ക് ഉണ്ടാവാറുള്ളത്. അതിനൊക്കെ ബെസ്റ്റ് ആണ് ഇതിന്റെ നെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട്. പിന്നെ വേറൊരാൾക്ക് കൂടി കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഈ കാണ പോലെ നെടുകെ വെച്ച് കീറിയേക്കുന്നത്. അതാകുമ്പോൾ ഈ സ്രാവിന്റെ എല്ലാ പോർഷനും 2 കൂട്ടർക്കും കിട്ടും. ഇതിന്റെ മീറ്റ് മാത്രമല്ല അതിന്റെ ലിവർ ഉണ്ടായിരുന്നല്ലോ. അതാണ് ഇതുപോലത്തെ സ്രാവുകൾക്ക് ഇത്രയ്ക്ക് ഡിമാൻഡ് വരാനായിട്ടുള്ള വേറൊരു കാരണം. അതിന്റെ ഒരു ഭാഗവും നമ്മൾ പകുത്ത് കൊടുത്തായിരുന്നു. ഇനി ചെയ്യേണ്ടത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതിന്റെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് വടിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളു വരെ തിന്നാൻ പറ്റുന്ന ഒരു മീനാണ് ഈ കാണുന്നത്.